ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഫാത്തിമ മാതാവ് ഫാത്തിമയിൽ 3 കുട്ടികളായ ലൂസിയായും ഫ്രാൻസിസ്കോ, ജസീന്ത എന്ന് പറയുന്ന 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട സ്റ്റോറിയൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവണം അല്ലേ. ഒരുപാട് ഇതിനെപ്പറ്റിയുള്ള ടോക്കുകൾ ഗൂഗിളിലും യൂട്യൂബിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അതുപോലെ 1917 ഒക്ടോബർ 13 ഫാത്തിമയിൽ നടന്ന ഒരു അത്ഭുതം, വളരെ വലിയൊരു അത്ഭുതത്തെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് ജെനുവനായിട്ട് പത്രങ്ങളിലും മറ്റും അച്ചടിച്ച് വന്ന ഒരു വലിയ അനുഭവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് അവിടെ സംഭവിച്ചത് 1917 ഒക്ടോബർ 13 കുട്ടികൾ പതിവ് പോലെ തന്നെ പരിശുദ്ധ അമ്മ അവരരികിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ മുഴുവനും അവരുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ കുട്ടികളുടെ അരികിലേക്ക് അമ്മ വരുമെന്നറിഞ്ഞ ജനങ്ങൾ, ഇവർ പരിശുദ്ധ അമ്മ വരുന്ന സമയത്ത് അമ്മയിൽ നിന്നും നേടിയെടുക്കാനായിട്ട് കുറേ അധികം നിയോഗങ്ങൾ ഈ കുട്ടികളുടെ കയ്യിൽ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഈ കുട്ടികളെ ലൂസിയ ഈ നിയോഗങ്ങളെപ്പറ്റി പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട്. ആ സമയത്ത് മാതാവ് ഇവരോട് സംസാരിക്കുന്ന 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓരോ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോഴും പരിശുദ്ധ അമ്മ സമയം പറയുന്നുണ്ട്, അതിന് കാരണങ്ങളും പറയുന്നുണ്ട്. ഇത് മാറുന്നത് എത്ര നാൾ പിടിക്കും, അതുപോലെ തന്നെ എന്തുകൊണ്ടാണിത് മാറാത്തത്, പ്രാർത്ഥന കൊണ്ടാണോ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടാണോ എന്നൊക്കെ പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഒരടയാളം ആ കുട്ടികൾ ചോദിക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊരു അടയാളം ആവശ്യമാണ്. അങ്ങനെ അന്ന് സൂര്യനിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണണം, ഇത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ ഈ വിഷയം എടുത്തിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ആവശ്യങ്ങളും ആയിട്ട് ഈ ജനങ്ങളുടെ നിയോഗങ്ങളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഇവിടെ പരിശുദ്ധ അമ്മയ്ക്ക് വേണമെങ്കിൽ അല്പസമയം കൊണ്ട് തന്നെ ഒരു രോഗിയെ സൗഖ്യപ്പെടുത്താം, അല്ലെങ്കിൽ അവരുടെ ദുരിതങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊടുക്കാം. പക്ഷെ അമ്മ അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഒരു ചോദ്യചിഹ്നമാണ് കേട്ടോ. നിങ്ങൾക്കും ചിന്തിക്കാം, എന്തുകൊണ്ടാണ് അമ്മ അത് ചെയ്യാത്തത്? അമ്മയ്ക്കത് ചെയ്യാനുള്ള കഴിവില്ലാഞ്ഞിട്ടായിരുന്നോ? ഒരിക്കലും അല്ല, അല്ലേ? അമ്മ അവരോട് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഇത് മാറണമെങ്കിൽ പ്രാർത്ഥന വേണം, ഇത്ര നാളെടുക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അമ്മ വെളിപ്പെട്ട് പറയുന്നുണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ ദിവസവും നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ നിയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നേടിത്തരേണ്ടതിന് നമ്മൾ അതിന് യോഗ്യത ഉള്ളവരാണോ, അതിനെന്തെങ്കിലും അർഹത നമുക്കുണ്ടോ എന്ന് ഈ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോടാണ് എൻ്റെ ചോദ്യം. എന്തെങ്കിലും അർഹത അത് ദൈവത്തിൽ നിന്ന് കിട്ടാൻ നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം ദൈവത്തിന് നമ്മളെ ഏത് സമയത്ത് വേണമെങ്കിലും ഉയർത്താനും താഴ്ത്താനും പറ്റും, അല്ലേ? ഉയർത്താനും താഴ്ത്താനും പറ്റും. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ ഒരു നിയോഗം സമർപ്പിക്കുമ്പോൾ ചില നിയോഗങ്ങൾ നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ കണ്ണ് തുറന്ന് നോക്കുന്നതിനുള്ളിൽ തന്നെ കിട്ടും. ചിലത് എത്ര വർഷം എടുത്താലും പ്രാർത്ഥിച്ച് മടുക്കുക എന്നല്ലാണ്ട് ഒരു ഉത്തരവും നമുക്ക് കിട്ടത്തില്ല. അവസാനം നമ്മൾ മടുക്കും, പ്രാർത്ഥന നിർത്തും, അല്ലേ? ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കണം, എവിടെയാണ് എനിക്ക് പിഴവ് പറ്റിയത്? ആ സമയത്ത് നമ്മൾ ദൈവത്തോടല്ല പരാതി പറയേണ്ടത്, ദൈവത്തെ പരാതി പറയാൻ നിൽക്കരുത്. നമ്മളോട് തന്നെ ചോദിക്കണം, ഈ നിയോഗം ഞാൻ സമർപ്പിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇത് ദൈവത്തിൽ നിന്നും എനിക്ക് കിട്ടാൻ ഏതെങ്കിലും തരത്തിലൊരു തടസ്സം എന്നിലുണ്ടോ എന്നുള്ളത് നമ്മൾ ആത്മശോധന ചെയ്യണം. എനിക്കറിയാം, ഒരുപാട് ദൈവമക്കളുണ്ട്, വീട് കിട്ടാത്തവരുണ്ട്. അപ്പോൾ എത്രയൊക്കെ ഓടിയാലും ഒരുപാട് തവണ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഒരു അനുഭവം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് അനുഭവം കിട്ടാത്തത്? നമ്മുടെ സ്വഭാവ രീതികളാവാം, ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാത്തതിൻ്റെ കാരണങ്ങളാവാം, അല്ലേ? നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ഏതെങ്കിലും ശത്രുക്കളോട് നമ്മൾ ക്ഷമിക്കാത്തതാവാം, ഏതെങ്കിലും ശാരീരികമായിട്ടുള്ള പാപങ്ങൾ, ആത്മീയ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം. എന്തിനു വേണം, ഒരു നോട്ടം കൊണ്ട് പോലും നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ
ദൈവത്തിനറിയാം. അപ്പോൾ അതുകൊണ്ട് ദൈവം ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇല്ലാത്ത പക്ഷം നമ്മൾ ഈ നിയോഗത്തിന് അർഹരല്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരായിട്ടുള്ള ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ല. ഇത് നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത് നമുക്ക് ദൈവത്തിൽ നിന്നും കിട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ ഓർക്കണം. പരിശുദ്ധ അമ്മ, നിങ്ങൾക്കറിയാം, അമ്മയ്ക്ക് ശക്തിയില്ലെന്നാണോ പറയുന്നത്? ഒരിക്കലുമല്ല. പരിശുദ്ധ അമ്മയ്ക്ക് നേടിക്കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അമ്മ. പക്ഷേ അവിടെ അമ്മ അത്ഭുതം പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആ ജനങ്ങൾക്ക് മുൻപിൽ, നിങ്ങൾക്കറിയാമോ, ജനങ്ങൾ എന്നേ മാനസാന്തരപ്പെട്ടേനെ, എന്നേ അവർ ദൈവത്തെ ആരാധിച്ചേനെ. പക്ഷെ അവിടെ അമ്മ ഒരു ദിവസം പറയുന്നുണ്ട്, അവരോട് ഇന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കണം, ഇത് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ, ഇത് അനുദപിച്ചാൽ മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ. എടുത്തെടുത്ത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടോ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ വെക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വീണ്ടും വീണ്ടും വേദനകളും ഒക്കെ വരുമ്പോൾ ഓർക്കണം, ഇവിടെ എന്തൊക്കെയോ ഒന്ന് നമ്മൾ മാറ്റാനുണ്ട്, ഒരു ചേഞ്ച് നമുക്ക് ആവശ്യമാണ്. എൻ്റെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക. കർത്താവിനെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപേ, പ്രാർത്ഥന നിർത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ സാമ്പത്തികമായ വിഷയങ്ങളിലും മറ്റ് പല മേഖലകളിലും നിങ്ങൾ ഇന്ന് നിയോഗം സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. ഈ നിയോഗം എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ എന്തെങ്കിലും തടസ്സം ഞാനായിട്ടുണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിക്കേണ്ടത് നല്ലതാണ്. ഉണ്ടെങ്കിൽ എങ്ങനെ എനിക്കതിനെ മാറ്റിയെടുക്കണം എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് ചിന്തിക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ.